ഫാത്തിഹ ഓതാത്തയാൾക്ക് നിസ്കാരം തന്നെ ഉണ്ടാവില്ല എന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാമിലായി റുക്കൂഇലേക്ക് പോകാൻ പാടില്ല. റുക്കൂഇലേക്ക് പോകുമ്പോ വീണ്ടും അതുപോലെ കൈകൾ ഇങ്ങനെ ഉയർത്തണട്ടാണ്. റുക്കൂഇലേക്ക് പോകുമ്പോ ഇങ്ങനെ കണ്ടു പോകാൻ പാടില്ല, കൈ ഉയർത്തി തന്നെ പോകണം. ക്ലിയർ അല്ലേ? ശരിക്കും പറഞ്ഞാൽ റുക്കൂഇന്റെ ഒരേ ലെവൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഭംഗിയായി റുക്കൂഇലേക്ക് എത്തി, കൈകൾ എന്ത് ചെയ്തു? അവിടെ പിടിച്ചു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിലെ രണ്ടാമത്തെ റുക്നായ നമസ്കാരം അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രകാരം നിർവഹിക്കണം എന്ന് പ്രവാചകൻ കൽപ്പിച്ചതാണ്. ആ പഠനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങുകയും ഇന്ന് ഇൻഷാ അല്ലാഹ് അത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇശാ നമസ്കാരത്തിൽ നമ്മൾ നിർത്തുകയും ജമാഅത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി ഒന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. പ്രായമുള്ള ആളുകൾക്ക്, നടുവ് പ്രയാസമുള്ള ആളുകൾക്ക് ചാരിയിരിക്കാം, അല്ലാത്തവര് ഇവിടെ വന്നിരിക്കണം. ചെക്കന്മാരൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കും. ഇത് നിങ്ങൾക്കാണ് ഈ ക്ലാസ്. അതിൽ 2-3 ആളുകൾ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കണം, അവരെ എനിക്ക് ആവശ്യം. അപ്പൊ നമ്മള് സൂറത്ത് നമസ്കാരത്തിന്റെ ആദ്യത്തെ ഭാഗം ദുആഉൽ ഇഫ്തിതാഹ് വരെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. കൈ ഉയർത്തി, കൈ ഹൃദയത്തിന്റെ മേൽ, നെഞ്ചിന്റെ മേൽ വെക്കുക എന്നതും ദുആഉൽ ഇഫ്തിതാഹ് പാരായണം ചെയ്യുകയും വേണം. ആ ദുആഉൽ ഇഫ്തിതാഹ് ഏതാണ് നമുക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ശേഷം ഖൗലിയായ രണ്ടാമത്തെ ഫർള്, അത് ഫാത്തിഹ ഓതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു: ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തയാൾക്ക് നിസ്കാരം തന്നെ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഫാത്തിഹ ഓതുക എന്നത് ഖൗലിയായ ഒരു ഫർളാണ്, വാചികമായ നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായും അക്ഷരശുദ്ധിയോടെ പഠിക്കേണ്ട ഒരധ്യായം കൂടിയാണ്
സൂറ അൽ ഫാത്തിഹ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നത് ഇമാമിനും മഅ്മൂമിനും എല്ലാവർക്കും നിർബന്ധമാണ്. എങ്ങനെ ഓതണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൃത്യമായ ഒരു രൂപം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഇസ്തിആദത്ത് കൊണ്ടാണ് തുടങ്ങേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതാണ്. വേറെ രൂപത്തിൽ പറയാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. അതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇസ്തിആദത്താണ് ആദ്യം പറയേണ്ടത്. പിന്നീട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ ഫാത്തിഹയുടെ ഓരോ ആയത്തുകളും വളരെ വ്യക്തമായി ഓതണം. കാരണം ഫാത്തിഹയിലെ ഒരു അക്ഷരം പിഴച്ചാൽ അയാൾക്ക് ആ നമസ്കാരം ശരിയാവില്ല. ഫാത്തിഹയിലെ ഒരു അക്ഷരം പിഴച്ചാൽ, കാരണം അതൊക്കെ വിശദീകരിച്ചു പോകാൻ കഴിയുകയാണെങ്കിൽ ഈ ക്ലാസ് 2 ക്ലാസ് ഒന്നും നിൽക്കൊന്നുമില്ല. അങ്ങനെ വിശാലമായിട്ട് പോകേണ്ടി വരും. 4 റക്അത്തുണ്ടെങ്കിൽ 4 റക്അത്തിൽ ഓതണം. 4-മതായി നീ ഫാത്തിഹ ഓതണം. 4 റക്അത്തെങ്കിലും അത് തുടരണം. മാറ്റിത്തിരിച്ചിട്ടക്ഷരം മാറ്റല്ലേ, മാറ്റം വരും പല അർത്ഥവും വരുത്തല്ലേ. ഫാത്തിഹ ഓതുക. ഫാത്തിഹയിൽ അക്ഷരമാറ്റങ്ങൾ ഉണ്ടാവരുത്. വാദ് പറയേണ്ടടുത്ത് വാദ് പറയണം. ഫാത്തിഹയിൽ ഇല്ലാത്തത് വാ ആണ്. ഫാത്തിഹയിൽ വാ ഇല്ല, വാദാണുള്ളത്. മനസ്സിലായോ? അറബി ഭാഷയിൽ കോർത്തിണക്കപ്പെട്ട അക്ഷരങ്ങളിൽ 7 അക്ഷരങ്ങൾ ഫാത്തിഹയിൽ ഉപയോഗിച്ചിട്ടില്ല. 7 അക്ഷരങ്ങൾ ഫാത്തിഹയിലില്ല. ഫാത്തിഹയിൽ മൊത്തം എത്ര ആയത്തുണ്ട്? 7 ആയത്തുണ്ട്. 7 ആയത്തുകളിൽ അറബി അക്ഷരമാലയിലെ 7 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതിലൊന്നിയാണ് ഇപ്പൊ പറഞ്ഞു, ബാക്കി വേണ്ടി പോയി കണ്ടെത്തിക്കൂടെ. ത്വാഇന്റെ മേലെ കുത്തിട്ട വാ, അത് ഫാത്തിഹയിലില്ല. അപ്പൊ ഒരാൾ ഓതുന്നത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അവിടെ അയാൾ ഓതുന്നത് മഗ്ദൂബ് എന്നത് പകരം മഗ്ദൂബ് എന്ന ഓതുന്നത്. വലദ്ദാ എന്ന് പറയേണ്ടടുത്ത് വലദ്ദാ എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഫാത്തിഹ കൃത്യമായി ഓതണം. അത് കറാത്ത് മറാത്ത് നിരന്തരമായി ഓതി ശീലിക്കേണ്ടതാണ് ഫാത്തിഹ. വേറൊരു ഉസ്താദിന്റെ അടുത്ത് ഓതിക്കൊടുക്കണം പോയിട്ട്, ഞാൻ ഓതിത്തരാം, എന്റെ ഫാത്തിഹ ശരിയാണോ എന്ന് നോക്ക്, എന്റെ ഫാത്തിഹ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ. കാരണം എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു 50 വയസ്സുള്ള ഒരു മനുഷ്യനോട് 50 കൊല്ലമായി നിസ്കരിക്കുന്ന ഒരാളോട് 50 കൊല്ലമായി നിങ്ങൾ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ്? അത് വെറും ഫിഅൽ നോക്കിയിട്ടാണ് പറഞ്ഞത്. എന്നാൽ ഖൗലിയായി ഫാത്തിഹ ഓതുന്നതിൽ തെറ്റു വന്നാൽ ബാത്തിലാണ്. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു, പഠിക്കണമായിരുന്നു. ഒരാൾ പുതു മുസ്ലിമായി, അയാൾക്ക് ഫാത്തിഹ അറിയില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് വർദ്ധിപ്പിച്ചാൽ മതി. പക്ഷെ ഉടനെ അയാൾ പഠിക്കണം, ഉടനെ പഠിക്കണം, നിർബന്ധമാണ് പഠിക്കൽ. ഞാൻ പലരോടും കൊണ്ടും ഫാത്തിഹ ഓതിപ്പിച്ച് നോക്കലുണ്ട്. നോക്കുമ്പോ സുബ്ഹാന റബ്ബി പല ആളുകൾക്കും ഫാത്തിഹ
തെറ്റാണ്. ചില ആളുകൾക്ക് തജ്വീദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പുച്ഛമുണ്ട്. തജ്വീദ് എന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛം അല്ല. കാരണം അല്ലാഹു ഓതിക്കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ് ഖുർആനഹു ثم إن علينا بيانه إذا قرأنا فاتبع قرآنه. നാം ഓതി തന്നാൽ ആ ഓത്ത് നിങ്ങൾ പിൻപറ്റണം. നാം ഓതി തരുന്നത് പോലെ അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് ഓതി കൊടുക്കുക. അത് അല്ലാഹു പഠിപ്പിച്ച രൂപത്തിലാണ് ജിബ്രീൽ ഓതുക. ആ രൂപത്തിലാണ് റസൂലുള്ളാഹി ഓതിയത്, ആ രൂപത്തിലാണ് സഹാബത്ത് ഓതിയത്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞ ആ രൂപത്തിൽ ഓതണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ തത്തി അർറഹ്മാനിർ റഹീം മാലികി എന്ന് ഓതുമ്പോ ഒരു മീമ് പോയില്ലേ? പോയാ? അർറഹ്മാനിർ റഹീം മാലികി എന്ന് ഓതിയാൽ കൂട്ടി ഓതുന്നെങ്കിൽ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അങ്ങനെ ഓതണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പണിക്കേണ്ടി വരും. അപ്പൊ രണ്ട് മീമോടുണ്ട്. ചേർത്ത് ഓതുമ്പോ അവിടെ തിരിച്ചിട്ടില്ലെങ്കിൽ ഒരു മീമ പോയി. രണ്ട് തരം തെറ്റുണ്ട്. ലഹ്ന ഖഫീ, ലഹ്ന ജലീ. ലഹ്ന ഖഫീ എന്ന് പറഞ്ഞാൽ അത്ര കാര്യമല്ലാത്ത തെറ്റുകളാണ്. നീട്ടുണ്ടാക്കടുത്ത് നീട്ട. ചില ആളുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതിക്കോ. അർറഹ്മാനിർ റഹീം ലഹ്ന ഖഫിയ. സാധാരണ പറയും മുജാഹിദുകൾക്ക് ബിസ്മില്ലാത്തവരാണെന്ന്. ബിസ്മില്ലാത്തല്ല, ബിസ്മിയുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹത്തുൽ കിതാബ് തുടങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഹ്യാനൻ യുഖർ. ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ റസൂലുള്ളാഹി ബിസ്മി ഉറക്ക ഓതിയത് ഹദീസിൽ കാണാം. പക്ഷെ ഗാലിബും അധിക വശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി പതുക്കെയാണ് ഓതിയിരുന്നത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അഊദു ബിസ്മി പതുക്കെ ഓതുന്നത്. അപ്പൊ ഒരാൾ പറയാണ് ബിസ്മി ഉറക്ക ഓതുന്ന ആള് പറയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കാണ്, അല്ല നിങ്ങൾ അഊദു ഓതുന്നില്ലേ? അല്ല ഞാൻ പതുക്കെ ഓതുന്നുണ്ട്. അതേപോലെയാണ് നമ്മൾ ബിസ്മി പതുക്കെ ഓതുന്നത്. നിങ്ങൾ അഊദു പതുക്കെ ഓതുന്നുണ്ട്, നമ്മൾ കേൾക്കണില്ല. ഞങ്ങൾ ബിസ്മി കൂടി പതുക്കെ ഓതുന്നുണ്ട്, നിങ്ങൾ കേൾക്കണില്ല. അപ്പൊ ഞങ്ങൾ പതുക്കെ ബിസ്മി ഓതിയത് കൊണ്ട് നിങ്ങൾ ബിസ്മി ഓതുന്നില്ല എന്നാണ് നിങ്ങൾ വാദിക്കണതെങ്കിൽ നിങ്ങൾ അഊദു ഓതുന്നില്ല നമ്മൾ വാദിക്കേണ്ടി വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു കൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫർദിൽ ഖൗലിയായ ഫർദിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫാത്തിഹ ഓതുക. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒന്ന് വീട്ടിൽ പോകുമ്പോ ശബ്ദക്കാരെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ എടുക്കാം. എന്നിട്ട് എന്റെ റെക്കോർഡിംഗ് ഓണാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഒന്ന് ഓതുക. ചിലപ്പോ കാര്യങ്ങൾ ഓതുന്നത് പോലെ, പള്ളിയിലെ ഇമാം ഓതുന്നത് പോലെ അത്ര വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഓതി നോക്കാം. എന്നിട്ട് ഒരു കാരിന്റെ ഓത്ത് കേൾക്കുക. സുദൈസിന്റെയോ സുറൈമിന്റെയോ വിശാരിയുടെയോ ഇദ്രീസബക്കറിന്റെയോ ആരും ആയിക്കോട്ടെ, ഒന്ന് കേൾക്കാം. എന്നിട്ട് രണ്ടും കൂടി കേട്ടു വെക്കാം. അപ്പോഴറിയാണ്ട് എന്താ എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയോ? ഇല്ലേ? മനസ്സിലായില്ലേ? കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു മാഫ് ചെയ്ത് തരുമാറാവട്ടെ. പക്ഷെ പഠിക്കണം, നിർബന്ധമായും പഠിക്കണം, ഭംഗിയായി പാരായണം ചെയ്യണം. അപ്പോ ഫാത്തിഹ ഓതുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഓതേണ്ടത് ഇസ്തിആദത്തും ബസ്മലത്തും ചേർത്തുകൊണ്ട് തന്നെയാണ് ഓതേണ്ടത്. അത് ഓതിക്കഴിഞ്ഞാൽ ജമാഅത്ത് നമസ്കാരത്തിലാണ് നിർവഹിക്കുന്നതെങ്കിൽ ഇമാമ് വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ
ഇമാം അതിന് ശേഷം ആമീൻ എന്ന് പറയാൻ തുടങ്ങുന്ന എന്ന് പറയുമ്പോൾ മൗമുമീങ്ങളെല്ലാം അതിന്റെ കൂടെ കൂടണം. എങ്ങനെ കൂടണം? ഇമാം ഉറക്കെ പറയും, നമ്മൾ പതുക്കെ പറയും? അല്ല, ആമീൻ എന്ന് മൗമുമീങ്ങൾ പറയുന്നത് കൊണ്ട് പള്ളി പ്രകമ്പനം കൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെയാണ് സ്വഹാബികളുടെ കാലത്ത്. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അമ്മനൽ ഇമാമു ഫഅമ്മിനു മഅഹു. ഇമാം ആമീൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ ആമീൻ പറയണം. കാരണം ഇമാമിന്റെ ആമീൻ പറയുന്ന സന്ദർഭത്തിലാണ് മലക്കുകൾ പ്രാർത്ഥന തുടങ്ങുന്നത്, ആമീൻ പറയുന്നത്. അങ്ങനെ വന്നാൽ ഒരാളുടെ ആമീൻ ഇമാമിന്റെ ആമീനുമായി യോജിച്ചു വരണം. അങ്ങനെ വന്നാൽ അയാളുടെ ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വരികയാണ്. അപ്പൊ അയാളുടെ പാപം പൊറുക്കപ്പെടുന്നതാണ്. മലക്കുകളുടെ ആമീനോട് കൂടി ഒരാളുടെ ആമീൻ ചേർന്ന് വന്നാൽ അപ്പൊ എന്ത് വേണം? ഇമാമ് വലദ്ദാലീൻ എന്ന് പറഞ്ഞ ഉടനെ ആമീൻ പറയരുത്. ഉടനെ ആമീൻ പറയരുത്. നിങ്ങളുടെയൊക്കെ പള്ളികളിൽ ചിലപ്പോൾ നിൽക്കുന്ന ആളുകൾ വടക്കേന്ത്യക്കാരായ ഇമാമുകളായിരിക്കും. നമ്മുടെ നാട്ടിൽ വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന വടക്കേന്ത്യയിൽ നിന്ന് വന്ന ഇമാമുമാരിൽ ഭൂരിപക്ഷ ആളുകളും ഹനഫി മദ്ഹബില സ്വീകരിച്ച ആളുകളാണ്. ഹനഫി നമസ്കാരം തുടർന്ന് വരുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ പള്ളിയിൽ അവർ നിൽക്കുമ്പോ അവര് ബിസ്മി ഓതൂല. എന്ന് വെച്ചാൽ ബിസ്മി പതുക്കെയാണ് അവർ ഓതുക. ഹംദ് കൊണ്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളെന്ന് വിചാരിച്ചെന്തു, അത് കുഴപ്പമില്ല, നമ്മളാളാ. യഥാർത്ഥത്തിൽ അവര് ഹനഫി മദ്ഹബിൽ പഠിച്ചു വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പല ഇമാമുമാരും ആമീൻ ഉറക്കെ പറയില്ല. നീ നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞാൽ പോലും ഒരു ചെറിയ ശബ്ദമേ ഉണ്ടാവൂ. യഥാർത്ഥത്തിൽ വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഒരല്പം ഫ്യൂ സെക്കൻഡ്സ് ഒന്നിങ്ങനെ അടക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യാ ഇമാമ് ആമീൻ പറയാം. ആ ആമീൻ എന്ന് പറയേണ്ടതും എങ്ങനെയാണ്? എന്നൊന്നല്ല, ആമീൻ ആമീൻ, അത്രേ ഉള്ളൂ. ആമീൻ അങ്ങനെയാണ്. നീട്ടി പോകുന്നു വേണ്ട. അവിടെ സാധാരണ ഒരു മദ്ദാണ്, മദ്ദ ത്വബഈയാണ് അവിടെ ഉള്ളത്. പക്ഷെ മീൻ ആരിതാണ്, മദ്ദ ആരിദ് എന്ന് പറയാം. അപ്പൊ അത്രയും ലോങ്ങിൽ ഒരു 7 ഹർക്കത്തിന്റെ കഥകൾ നീളണം. അപ്പൊ അങ്ങനെ ആമീൻ പറയാം. എങ്ങനെ ആമീൻ പറയാം? ആമീൻ എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. അതും എങ്ങനെയാണ്? ഉറക്കെ പറയണം. എല്ലാവരും എന്ത് ചെയ്യണം? ഉറക്കെ തന്നെ പറയണം. ഇമാമ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഇമാം ആമീൻ പറയുമ്പോ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? കൃത്യമായി ഫോളോ ചെയ്യണം. അതിനെന്തോന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇമാമിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. നമ്മൾ വേറെ ലോകത്തെ കൈ പോകുന്നു മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ശരിക്ക് വലദ്ദാലീൻ എന്ന് ഇമാം പറഞ്ഞു നിർത്തി എന്ന് തുടങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആമീൻ തുടങ്ങണം. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപമാണ്. അങ്ങനെ തന്നെ വേണം. ഇനി ഞാൻ മറ്റു വിഷയത്തിലേക്ക് പോകുന്നില്ല. വീണ്ടും നമ്മള് ഫാത്തിഹയിലേക്ക് അവസാനിപ്പിക്കും. നമ്മൾ റുക്കൂഇലേക്ക് പോകണം. ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ സൂറത്ത് ഓതണം. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. ഖുർആനിൽ നിങ്ങൾക്ക് എളുപ്പമാകുന്നത് ഓതുക. ശരിക്കും അറിയുന്നത് ഓതിയാൽ മതി. അറിയുന്നത് ഓതുക. അറിയുന്നത് എത്രയാണോ അത് ഓതുക. കുറഞ്ഞത് എഴുതിയ ഒരു 3 ആയത്തെങ്കിലും ഉണ്ടാവണം എന്നാണ് സാധാരണ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാമ് നിൽക്കുന്നയാൾ എപ്പോഴും എന്ത് ചെയ്യണം? മൗമുകളെ പരിഗണിച്ചുകൊണ്ട് ഓതണമെന്ന്. മൗമുകളെ പ്രത്യേകിച്ച് ഹയ്യിലെ പള്ളിയാണെങ്കിൽ, ഒരു പൊതു തലത്തിലുള്ള പള്ളിയാണെങ്കിൽ അവിടെ വരുന്ന ആളുകൾ വ്യത്യസ്തരായിരിക്കും. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു കേസ് വന്നു പ്രവാചകന്റെ അടുത്ത്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഞാൻ ഈ സന്ദർഭത്തിന് വേണ്ടി പറയാം. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ പള്ളിയിൽ
ഇമാമ നിൽക്കുകയാണ്. അപ്പോൾ ഓമുകളായി കുറെ ആളുകളുണ്ട്. അതിലൊരാൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട്. യാത്രക്കാരനാണ് അയാൾ. അദ്ദേഹം വാഹനവുമായിട്ട് വന്നു, അഥവാ അദ്ദേഹത്തിന്റെ മൃഗവുമായിട്ട് വന്നു. ആ മൃഗത്തെ പുറത്ത് കെട്ടി പെട്ടെന്ന് നിസ്കരിക്കാൻ കയറി ഇമാമിന്റെ പിന്നിൽ കൈയിട്ട് നിന്നു. ഇമാം അങ്ങനെ ഓതാണ്. മൂപ്പർക്കാണെങ്കിൽ പോകും വേണം. എന്ത് ചെയ്യും? അവസാനം മൂപ്പര് കൈയഴിച്ചു. എന്നിട്ട് അങ്ങോട്ട് മാറി ഒറ്റക്ക് നിസ്കരിച്ചു. അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിച്ച ആളുകൾ അത് മനസ്സിലാക്കി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇമാമായ മുആദിനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു അയാളെ ശകാരിച്ചു. ഈ വിവരം കേട്ട ആളുകൾ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, അന്റെ മുആദ് എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ആ വിവരം അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്. സദസ്സിലെല്ലാവരും ഇരിക്കണ സമയത്ത് അദ്ദേഹം വന്ന് പരാതി പറഞ്ഞു, നബിയെ ഇങ്ങനെ ഒരു ശബ്ദം. അപ്പൊ റസൂൽ ചോദിച്ചു, മുആദ് നീ കുഴപ്പക്കാരനാണോ? നീ പ്രശ്നക്കാരനാണോ മുആദ്? ഒരു സമൂഹത്തിന് ഇമാമ നൽകുകയാണെങ്കിൽ നീ നമസ്കാരത്തിൽ ഖിറാഅത്ത് ചുരുക്കണം. കാരണം നിന്റെ പിന്നിൽ രോഗികളുണ്ട്, വൃദ്ധരായ ആളുകളുണ്ട്, അഥവാ ദുർബലരായ ആളുകളുണ്ട്. പെട്ടെന്ന് പോകേണ്ട ആവശ്യക്കാരുണ്ടാകും. അതുകൊണ്ട് ചുരുക്കി ഓതിക്കോളി. മദ്ദുഹക്ക് താഴെ ഓതാന്ന് പറയും, ചെറുത്ത് ഓതിക്കോളി. നീ ഒറ്റ നിസ്കരിക്കാണ്, യഥേഷ്ടം ഓതി നിസ്കരിച്ചോളി. ഇത് സുബഹിക്കും ബാധകല്ല, ഖിയാമുൽ ലൈലിനും ബാധകല്ല കേട്ടോ. നീ ആദ്യമ പിടിക്കാൻ നിൽക്കണ്ട. സുബഹി നിസ്കാരത്തിൽ ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുബഹി നിസ്കാരം ഫഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അപ്പൊ സുദീർഘമായി ഓതാം. ഇനി നിങ്ങൾ മാത്രമേ പങ്കെടുക്കാനുള്ളൂ, പുറത്തുനിന്ന് ആരും വരാനില്ല എങ്കിൽ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് എന്ത് ചെയ്യാം? അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓതാവുന്ന തരത്തിൽ പറയാം. പക്ഷെ ഇമാമ നിൽക്കുന്നയാൾ പരിഗണിക്കണമെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ള കൂട്ടത്തിൽ. എന്തായാലും ജമാഅത്തിന് വന്നിട്ട് പിന്നീട് വരാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ജമാഅത്തിന് ആദ്യം വന്നിട്ട് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാം? ആ വഴിക്ക് വരാത്ത അവസ്ഥ ഉണ്ടാകരുതെന്നാ പറയാം. ഇനി ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫാത്തിഹയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാണ്. നിങ്ങളോടാണ് ചോദിക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? ഒരു റക്അത്തിൽ ഇപ്പൊ 4 റക്അത്തുള്ള നിസ്കാരം, 4 റക്അത്തുള്ള നിസ്കാരം എത്ര പ്രാവശ്യം, 4 റക്അത്തുള്ള നിസ്കാരത്തിൽ ഒരാൾ എത്ര പ്രാവശ്യം കൈ ഉയർത്തും? കൈ ഉയർത്തണം. ചോദ്യം. ഹലോ, 40, 30, 50 കൊല്ലമൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ കൂട്ടത്തിലുണ്ട്. പറഞ്ഞ പെട്ടെന്ന് പറയും. 4 റക്അത്തുള്ള നിസ്കാരത്തിൽ എത്ര പ്രാവശ്യം കൈ ഉയർത്തും? കിട്ടിയില്ല. അടുത്തോട്ട്. ആദ്യത്തെ റക്അത്തിൽ എത്ര പ്രാവശ്യം കൈ ഉയർത്തും? ഒന്നാമത്തെ റക്അത്തിൽ എത്ര പ്രാവശ്യം കൈ ഉയർത്തും? മാഷാ അല്ലാഹ്, തബാറകല്ലാഹ്, അല്ലാഹു യബാരിക് ഫീക്, റഹിമല്ലാഹു വലദൈക്. 3 പ്രാവശ്യമാണ് കൈ ഉയർത്തുക. 1 തക്ബീറത്തുൽ ഇഹ്റാം, 2 റുകൂഅ്, 3 ഖലാസ്. സെക്കൻഡ് റക്അത്ത്, രണ്ടാമത്തെ റക്അത്തിൽ എത്ര ഉയർത്തും? എത്ര പ്രാവശ്യം ഉയർത്തും? എത്ര പ്രാവശ്യം ഉയർത്തും? 2 പ്രാവശ്യം. മാഷാ അല്ലാഹ്, 2 പ്രാവശ്യം. കാരണം ഇന്ത്യക്കാലത്തിന്റെ തക്ബീറിൽ എന്തില്ല? കൈ ഉയർത്തൽ. അവിടെ നിങ്ങളുടെ എഴുന്നേറ്റ് വരുമ്പോ കൈ ഉയർത്തൽ ഇല്ല. മനസ്സിലായോ? വരുന്നു, നിൽക്കുന്നു, റുക്കുവിന് വേണ്ടി ഉയർത്തുന്നു, ഇഅ്തിദാലിന് വേണ്ടി ഉയർത്തുന്നു. ഖലാസ്. മൂന്നാമത്തെ റക്അത്തിൽ എത്ര പ്രാവശ്യം ഉയർത്തും? മൂന്നാമത്തെ റക്അത്തിൽ എത്ര പ്രാവശ്യം ഉയർത്തും? 3 പ്രാവശ്യം ഉയർത്തും. കാരണം മൂന്നാമത്തെ റക്അത്തിൽ ഇന്ത്യക്കാലത്തിന്റെ തക്ബീർ അഥവാ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന മാറ്റത്തിന്റെ തക്ബീറിൽ കൈ ഉയർത്തിയാണ് കെട്ടുക. പിന്നെ റുക്കുവിന് വേണ്ടി ഉയർത്തും, എത്താൻ വേണ്ടി. ഇപ്പൊ എത്രയായി? 3 × 5 3 8. നാലാമത്തെ റക്അത്തിൽ എത്ര ഉയർത്തും? 2. അപ്പൊ 4 റക്അത്തിൽ മൊത്തം എത്ര പ്രാവശ്യം കൈ ഉയർത്തും? എത്ര പ്രാവശ്യം? ഇന്ന് വരെ അത് നോക്കിയിട്ടില്ലല്ലേ അല്ലേ? എത്ര പ്രാവശ്യമാണ്? ഇപ്പൊ എന്താ വെച്ചാൽ ചിലപ്പോ തോന്നുമ്പോ കൈ ഉയർത്തും, ചിലപ്പോ കൈ ഉയർത്തൂല. അപ്പൊ ഒരു റക്അത്തിൽ 3 പ്രാവശ്യം കൈ ഉയർത്തലുണ്ട്. 3 പ്രാവശ്യം കൈ ഉയർത്തണം. അപ്പോ ഒരാള് അല്ലാഹു അക്ബർ
തക്ബീറത്തുൽ ഇഹ്റാമിലായി. റുക്കൂഇലേക്ക് പോകാൻ പാടില്ല. റുക്കൂഇലേക്ക് പോകുമ്പോ വീണ്ടും അതുപോലെ കൈകൾ ഇങ്ങനെ ഉയർത്തണട്ട. റുക്കൂഇലേക്ക് പോകുമ്പോ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പാടില്ല. കൈ ഉയർത്തി തന്നെ പോകണം. കൈ ഉയർത്തി എന്നിട്ട് നേരെ കുനിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ നീ എന്ത് ചെയ്യണം? റുക്കൂഅ് ചെയ്യണം. കൈ ഉയർത്തി എന്ത് ചെയ്യണം? റുക്കൂഇലേക്ക് പോകണം. റുക്കൂഇലേക്ക് പോകുമ്പോ റുക്കൂഅ് എങ്ങനെ ചെയ്യണം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എങ്ങനെയാണ് റുക്കൂഅ് ചെയ്യുക? റുക്കൂഅ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ റുക്കൂഅ് ചെയ്യും. അതുകൊണ്ട് എങ്ങനെ റുക്കൂഅ് ചെയ്യണം നമുക്കൊന്ന് നോക്കണ്ടേ? റുക്കൂഅ് എങ്ങനെ ചെയ്യണം? അതുകൊണ്ട് മോനെ ജിങ്ങുവാ ഇതിന് പറ്റിയാണ് ഈ റുക്കൂഅ് ഖിബ്ലയിലേക്കല്ല, ഓപ്പോസിറ്റ് ആണ്. കാരണം അമാമൻ നാസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് വരിക. അപ്പൊ ഇനി റുക്കൂഇലേക്ക് പോവാണ്. അപ്പൊ നീ സാധാരണ റുക്കൂഇലേക്ക് പോകുന്ന പോലെ റുക്കൂഇൽ പോയതാണ്. ഓക്കെ, റെഡി. നേരെ ഈ റുക്കൂഅ് ശരിയോ തെറ്റോ? ഈ റുക്കൂഅ് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് റസൂൽ പറഞ്ഞതില് ആ റുക്കൂഅ് ആണോ ഈ റുക്കൂഅ് അതോ അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ശരിയാണ് അല്ലേ? എല്ലാരും പറയുക. എല്ലാരും കണ്ടില്ലേ? സംഗതി കണ്ടില്ലേ? ഇല്ലേ? നീ ഒന്നും കൂടെ പോയി മോനെ റുക്കൂഅ് കണ്ടോ? ഇത് ശരിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? ഞാൻ പറഞ്ഞ തെറ്റാണ്. ഇത് തെറ്റാണ്. എന്താണ് തെറ്റാൻ കാര്യം? ഇവൻ കൈ മുട്ടിലിങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? മുട്ടിൽ റാഹത്ത് കൊണ്ട് ഇങ്ങനെ പിടിക്കണം എന്നാണ്. ഇങ്ങനെ പിടിക്കല്ല. കൈകൾ വിരലുകൾ വിടർത്തി കൈകൾ എന്ത് ചെയ്യണം? മുട്ടിലിങ്ങനെ പിടിക്കണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെന്ത് ചെയ്യണം? അയാളുടെ തലയും അയാളുടെ മുതുകും സമമാവണം. ഇത് സമായിക്കണം. കൊഞ്ചം പൊന്തം കണ്ടല്ലേ? ഒരല്പം ക്ലിയർ ആവാനുണ്ട്. ഒരല്പം പൊന്താനുണ്ട്. ഇങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യണം? എനിക്ക് ഇങ്ങനെ കൈവച്ചാൽ ഇതിനോട് യോജിച്ചിട്ട് പിന്നെ തല ഉണ്ടാവണം. അപ്പൊ തല അല്പം പൊന്തിച്ചാണ് ഇപ്പോഴാണ് ശരിക്കായത്. അത് പൊന്തിച്ചിട്ട് കഴിഞ്ഞാൽ ഇവന്റെ ഇവിടെ ഒരു പിടുത്തം വരും. മനസ്സിലായോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഅ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കണം, എന്റെ റുക്കൂആയിട്ടുണ്ടോ എന്ന് ഞാൻ ഓരോ സമയത്ത് ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഒന്നും കൂടെ റുക്കൂഅ് ചെയ്താണ്. അവിടെ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ കണ്ട നിങ്ങൾ പല ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമുണ്ട്. എന്താ? നിങ്ങൾ നിസ്കാരത്തിൽ നിൽക്കുന്നത് ശരിയല്ല. ഇങ്ങനെ നിന്നാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചു, ഇവൻ അങ്ങനെയും വെച്ചു. ഇങ്ങനെയല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നേരെ കാലം വെച്ചാണ്, നേരെ ക്ലിയർ ആയിട്ട് വെച്ചാണ്. ഞാനും നേരെ വെച്ചു കൊടുത്തു. ഇപ്പൊ റെഡിയായ ഇതെന്താന്ന് വെച്ചാൽ നിൽക്കുമ്പോ അങ്ങനെ നിൽക്കുള്ളൂ. ഇങ്ങനെ നിൽക്കാം, കാലം കണ്ടു. അപ്പൊ മറ്റേ ആൾ വന്നിട്ട് ഇവിടെ തൊടാനേ പറ്റുള്ളൂ, ഇവിടെ ഇങ്ങനെ തൊടാനേ പറ്റുള്ളൂ, നേരെ വെക്കാൻ പറ്റൂല. അതുകൊണ്ട് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളെ നിർത്താണ്. ഞാൻ പലരെയും ശ്രദ്ധിക്കുന്നുണ്ട്. പലരും നിൽക്കുന്നത് ഇങ്ങനെ, കാലിങ്ങനെ വെക്കാം, നേരെ വെക്കി, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുക. എന്നാൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ വന്നാണ് കണ്ട അയാൾക്ക് നിർത്താം. അതേ സമയത്ത് മറിയ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നെങ്കിലോ നിങ്ങൾ വന്നാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുക്കൂല. അടുക്കാത്തെന്താ മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് ഹലോ മനസ്സിലായോ? ഇപ്പൊ എന്താ അടുക്കാത്തത്? കാല് വെക്കണ ശരിയല്ല. അപ്പൊ കാലിങ്ങനെ റെഡിയാക്കി വെക്കുക. കറക്റ്റ് നിൽക്കുക. എന്നിട്ട് റുക്കൂഇലേക്ക് പോകുമ്പോൾ റുക്കൂഇൽ എന്ത് ചെയ്യുക? ഒന്നെങ്കിലും ഇങ്ങനെ വെക്കാം. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് അല്പം മുന്നിലേക്ക് എന്ത് ചെയ്യാം? മുട്ട് വെക്കാം. എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം? ഈ റാഹത്ത് കൊണ്ട് റുക്കുബത്തിൽ പിടിക്കാം. കൈ
കയ്യിന്റെ പള്ള കൊണ്ട് മുട്ടിലിങ്ങനെ പിടിക്കാം, എന്നിട്ട് തല ക്ലിയർ ആക്കി നിർത്താം. കണ്ടോ? ഇങ്ങനെ കുറച്ചിടാൻ പാടില്ല, ഇങ്ങനെ പൊത്തിച്ച് പിടിക്കാനും പാടില്ല, ലെവലിൽ നിർത്തണം. അപ്പം കുറച്ച് പ്രയാസം ഉണ്ടാവും. അതറിയ പോലെ അതുകൊണ്ട് പണിയുണ്ട്. എനിക്ക് കാണിച്ചു. ഇപ്പൊ റുക്കൂഴുണ്ടോ? ഇപ്പൊ റുക്കൂഴുണ്ടോ? റുക്കൂഴുണ്ടോ? ഒരു 5 ചെക്കന്മാർ വന്നാണ്. പെട്ടെന്ന് 5 ചെക്കന്മാർ വാ, 5 ചെക്കന്മാർ വാ. മക്കൾ വേണ്ടേ? ചെറിയ കുട്ടികളാണ്, വല്യന്മാരെ പിടിക്കട്ടെ. 2 3 രണ്ടാളുകൾ വാ, ജീവാ. ഈ വലിയവരെ നിർത്തി കാണിച്ചു കൊടുക്കണം. അതാണ് ഇപ്പൊ ഒരു വിഷയം. ഇനി ഒന്ന് എന്താണ് എന്താ അടുക്കാത്തത്? എന്താ അടുക്കാത്തത്? കാല് നേരാക്കണം. അപ്പൊ അടുക്കും. ഇനി ഒന്ന് ഉറപ്പൊഴുതാൻ അഞ്ചാളും. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞോളായില്ലേ? പിടിച്ചിക്കണേ? ക്ലിയർ അല്ലേ? നോക്ക്, ക്ലിയർ അല്ലേ? ശരിക്കും പറഞ്ഞാൽ റുക്കൂഴിന്റെ ഒരേ ലെവൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഭംഗിയായി റുക്കൂഴിലേക്ക് എത്തി, കൈലുകൾ എന്ത് ചെയ്തു? അവിടെ പിടിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിക്ക് ഇവൻ ഇങ്ങനെ കുറച്ചേരം നിന്ന് നോക്കട്ടെ, ഇവിടെ ഉണ്ടാവും ഒരു അരച്ചു കയറ്റം. അത് ഞാൻ പറഞ്ഞില്ല, ജൈനബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഒരിക്കൽ റുക്കൂ ചെയ്തപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ച് രാത്രിസ്കാരത്തിൽ അവിടുന്ന് റുക്കൂഴിൽ നിന്ന് കുറെ സമയം എന്റെ മൂക്കിലൂടെ ചോര വരുമോ എന്ന് ഞാൻ പഠിച്ചു പോയി. അപ്പോഴാണ് ക്ലിയർ ആകുക, അപ്പോഴത് ഭംഗിയായിട്ട് എന്ത് ചെയ്യാം? റുക്കൂഴ് ഭംഗിയാണ്. അപ്പൊ മുട്ടിൽ എന്ത് ചെയ്യണം? പിടിക്കണം. എന്നിട്ട് തലയും മുതുകും ലെവൽ ചെയ്ത് നിർത്തണം. അങ്ങനെ നിന്നാൽ എന്തായി? റുക്കൂഴ് റെഡിയായി. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസ്വല്ലി. ക്ലിയർ ആയോ? ഇനി റുക്കൂഴിൽ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്? എന്ത് പ്രാർത്ഥന ചെയ്യാൻ? സുബ്ഹാന റബ്ബിയൽ അലീം അല്ലെ, സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി അങ്ങനെയൊക്കെ ചൊല്ലുന്നവരുണ്ട്. അതൊക്കെ ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനകാലത്ത് ചെയ്തതുമായ ഒതിയതുമായത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന പ്രാർത്ഥനയാണ്. മക്കളെ എഴുതിയോളി, തിരുപ്പണി സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്താണ് പ്രാർത്ഥന? കാരണം എന്താ അറിയുക? പരിശുദ്ധ ഖുർആനിലെ അവസാനം റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ അധ്യായമാണ് സൂറത്തു തൗദീഅ എന്ന് വിളിക്കപ്പെടുന്ന അധ്യായം. ഏത്? ഇദാ ജാഅ വൽ ഫതഹ് എന്നല്ല, ഫതഹ് എന്നാണ്. റഅയ്ത നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. പിന്നെന്താ പറഞ്ഞത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. ഇത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, അത് റുക്കൂഇലും സുജൂദിലും നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. ഇനി വേറെ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅലക സമഇ വബസരി മുഖി വഅദബി വസ്തഖല്ലത് ബിഹി ഖലബി സുബ്ഹാൻ ഖുദ്ദൂസ് തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ പറയേണ്ട പ്രാർത്ഥന സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അതായിരുന്നു റസൂൽ അവസാന കാലഘട്ടത്തിൽ കൂടുതലായും പറഞ്ഞിരുന്നത് എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മാനിയവர்கள் പറയുന്നു. ശരി, റുക്കൂഅ് മനസ്സിലായല്ലോ. ഇനി റുക്കൂഇൽ നിന്ന് നേരെ ഇഅ്തിദാലിലേക്കാണ് വരിക. അപ്പൊ റുക്കൂഇൽ നിന്ന് നേരെ ഇഅ്തിദാലിലേക്ക് വരുന്നു. സുമ്മ അഅ്തദില ഖായിമൻ. പിന്നെ നീ എന്ത് ചെയ്യണം? നേരെ സ്റ്റഡിയായിട്ട് നിൽക്കണം. അപ്പൊ വരുമ്പോ എന്ത് ചെയ്യണം? അങ്ങനെ പൊന്തുമ്പോ കൈകൾ നേരത്തെ പറഞ്ഞ പോലെ ചുമലിന്റെ നേരെ ഉയർത്തി നേരെ താഴ്ത്തി വെക്കുക. ചില ആളുകൾ ഈ സാധനം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും, അനങ്ങാൻ പാടില്ല. കാരണം നമസ്കാരത്തിലെ ഫിഅലുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫർദ് അല്ലെങ്കിൽ ഒരു നിർബന്ധ ബാധ്യതയാണ് തുമഅ്നീനത്ത്. തുമഅ്നീനത്ത് എന്ന് പറഞ്ഞാൽ അനക്കമടങ്ങുക. മനസ്സിലായേ?
രണ്ട് സുജൂദിലും മതിയായ മടങ്ങിയിടട്ടാഫർദിലും സുജൂദ് ഇടയിലിരുത്തം അത്തഹിയ്യാത്ത് എല്ലായിടത്തും വേണം, തുമഅ്നീനത്ത് വേണം, വളരെ കൃത്യമായി അടങ്ങണം. അപ്പൊ എന്ത് ചെയ്യാം? സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറയുമ്പോ കൈകൾ ഉയർത്തി എന്ത് ചെയ്യാം? ശരിക്കും സ്റ്റഡിയായി പിന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിൽക്കണം. ഓക്കെ, ഞാൻ നിന്ന പോലെ റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വന്ന ഇഅ്തിദാലിലേക്ക് വാ. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു, സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. അതെല്ലാവരും പറയണോ, ഇമാം മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് ചർച്ച ചെയ്തു. പക്ഷെ ഏറ്റവും നല്ലത് എല്ലാവരും പറയാമെന്നാണ്. എല്ലാവർക്കും എന്ത് ചെയ്യാം? പറയാം. ഇമാം പറയൽ മാത്രമല്ല, എല്ലാവർക്കും അത് പറയാം എന്ന് തന്നെയാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ പല പണ്ഡിതന്മാരും അത് പറയുന്നത് കാണാം. ഇമാമും മഅ്മൂമും ഒക്കെ പറഞ്ഞോട്ടെ. എന്നാൽ ചില ആളുകളൊക്കെ ഇമാമും മാത്രം പറഞ്ഞാൽ മതി, മഅ്മൂമുകൾ എന്ത് ചെയ്യണ്ട, സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറയേണ്ട എന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷേ സിയാഖ് പരിശോധിക്കുമ്പോ, ഹദീസുകളിലേക്കുള്ള രൂപം പരിശോധിക്കുമ്പോ എന്താണ്? ഇഅ്തിദാലിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറയണം എന്നതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും ഇഅ്തിദാലിലേക്ക് വന്നാൽ അവിടെ പറയേണ്ട ദിക്ർ എന്താണ്? എന്താ പറയാ? റബ്ബനാ വലക്കൽ ഹംദ്. അത്ര മാത്രം മതിയോ? നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തത്, പേപ്പർ കൊടുത്തു. ഈ പേപ്പറിലെല്ലാം കൊടുക്കുക. ആദ്യം മസമിന്റെ കുട്ടികൾക്ക് കൊടുക്കും, അതിനുശേഷം വലിയവർക്ക് കൊടുക്കാം. അപ്പൊ റബ്ബനാ വലക്കൽ ഹംദ് എന്ന ഒരു പ്രാർത്ഥന, റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല പ്രാർത്ഥന. ഇഅ്തിദാലിലേക്ക് വന്നാൽ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ, അതും പറയാം. അപ്പൊ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയാം. പിന്നെന്താ? റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, അതും പറയാം. റബ്ബനാ ലക്കൽ ഹംദ് ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്, അതും പറയാവുന്നതാണ്. ഈ പ്രാർത്ഥനകളൊക്കെ പറയാം. ഏറ്റവും ചെറിയ സ്ഥലമാണ് ഇഅ്തിദാലിന്റെ സമയം, ഏറ്റവും ചെറിയ സമയം. അപ്പൊ എന്ത് ചെയ്യാ? സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ കൈകൾ. പലപ്പോഴും ആളുകൾ ശ്രദ്ധിച്ചോളി, ഞാൻ ഇനി പറയാം. നിങ്ങൾ ഇനി പള്ളിയിൽ വരുമ്പോ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചോളി ആളുകളെ. അപ്പൊ കാണാൻ നിങ്ങൾക്ക് റുക്കൂഅൊക്കെ പോലെ ഇഷ്ടമുള്ളവർ നോക്കുകയും, പിന്നെ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ തള്ളും. ഒരു കൈയൊക്കെ ഉയർത്താൻ ഒരു മടിയാണ്. കാരണം എന്താ? ഞാൻ ശീലിച്ച അങ്ങനെയാണ്. അപ്പൊ ശീലല്ല വേണ്ടത്, കൈകൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കണം. എങ്ങനെ? എന്റെ ചുമലിന്റെ നേരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ശ്രദ്ധയില്ല, എനിക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ പ്രശ്നം? നമ്മൾ ശ്രദ്ധിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഓരോന്നും നമ്മുടെ കൈ ശരിയാണോ, ഞാൻ നിൽക്കുന്നത് ശരിയാണോ, എന്റെ റുക്കൂഅ് ശരിയാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കും. ഇല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞ് അയാൾ എന്ത് ചെയ്യുന്നു? ഇഅ്തിദാൽ ചെയ്യുന്നു. ഓക്കെ, അതാണ് മുസ്ലിം പറഞ്ഞു. പിന്നെ ചില ആളുകളൊക്കെ സൗദിയിലൊക്കെ ഉള്ള ആളുകൾ കൈ ഉയർത്തിയിട്ട് ചില ആളുകൾ ഇങ്ങനെ വെക്കാറുണ്ട്. അതൊരു ഇജ്തിഹാദി മസ്അലയാണ്. ചില പണ്ഡിതന്മാർ അങ്ങനെ ഇജ്തിഹാദ് ചെയ്തു, കൈ ഉയർത്തുമ്പോ താഴ്ത്തിയിടുക എന്നുള്ളതിന് പകരം എന്ത് ചെയ്യുക? നേരത്തെ മുമ്പത്തെ അവസ്ഥയിലേക്ക് മടങ്ങണം എന്നൊരു ഹദീസിലുള്ളത് കൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൈകൾ കെട്ടുന്നുണ്ട്. പണ്ഡിതന്മാർക്കിടയിലുള്ള ഇജ്തിഹാദി ഗവേഷണ മസ്അലയാണ്. ഞാൻ അവിടെ നോക്കുകയാണ്, അതിലേക്ക് ചർച്ച ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്തായാലും അതിൽ കൃത്യമായി വന്നിട്ടുള്ള രൂപം സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? സ്റ്റഡിയായി നിൽക്കുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി അടുത്തത് സുജൂദാണ്. ഇനി സുജൂദിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചോളി, സുജൂദിലേക്കാണ് പോവുക. ഇനി സുജൂദിലേക്ക് പോകുമ്പോ മക്കൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാല്, സുജൂദ്
അങ്ങോട്ടാ ചെയ്യേണ്ടത്. ആ ഒരാൾ ഇങ്ങനെ നിൽക്കുക, ഈ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, ഈ അതിന്റെ ഫ്രണ്ടിൽ, ഈ അതിന്റെ ഫ്രണ്ടിൽ, അങ്ങനെ ഇടപെട്ടെന്നോളി. ഇനി നമ്മൾ സുജൂദിലേക്ക് പോകാൻ പാടില്ല. എത്തിദാലിലാണുള്ളത്. ഇനി നിങ്ങൾ നോക്കോളൂ. ഇപ്പൊ നിങ്ങൾ കണ്ട ഇവര് നിൽക്കുന്ന എല്ലാവരും പല രൂപത്തിൽ നിൽക്കണേ. കാരണം ഓരോ ലെവലനുസരിച്ച് എന്താണത്. ശരി, ഇനി സുജൂദിലേക്ക് പോകണം. പോയിക്കോ, സുജൂദിലേക്ക് പോയിക്കോളി. എങ്ങനെയാണ് സുജൂദിലേക്ക് പോകേണ്ടത്? സുജൂദിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പോയിക്കോളി, സുജൂദിലേക്ക് പോയിക്കോ. നിങ്ങൾ സുജൂദിൽ പോണ പോലെ പോയിക്കോളി. ഇത്രയും ആളുകൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോളി, ഇത്രയും ആളുകൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. ഇവര് സുജൂദ് ചെയ്തിട്ടുണ്ട്. നോക്കുങ്ങൾ ശരി, ഇതിൽ ഏത് സുജൂദാണ് ശരി? എല്ലാവരുടെ ശരിയാണോ അല്ല ചില ആളുകളുടെ തെറ്റാണോ? ശ്രദ്ധിച്ചോളി. ആരുടെയെങ്കിലും തെറ്റായി തോന്നുന്നുണ്ടോ? അതോ എല്ലാവരുടെയും ശരിയാണോ? എല്ലാവരും ഏകദേശം ഭാഗികമായി ശരിയാണ്. കഞ്ചി പുറത്തേക്ക് പറഞ്ഞിട്ടാണ്. എനിക്ക് ശ്രദ്ധിച്ചോളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തത് 7 അവയവങ്ങളുടെ മേലാണ്. 7 അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം 2 കൈ ഞാൻ പറയാം. 2 കൈ. ഇനി സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈ കുത്തണോ അല്ല കൈ കുത്തണോ? അവിടെയും ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരെത്തിയിട്ടുണ്ട്, ഇഖ്തിലാഫായിട്ടുണ്ട്. അതിൽ ഒരു കരണീയമായ നിലപാട് ഞാൻ പറയാം. കാല് കുത്തിയാലും കജ്ജ് കുത്തിയാലും രണ്ടും ഏകദേശം ഒരുപോലെയാണ്. എന്നുവെച്ചാൽ ചില ആളുകൾ കാല് കുത്തും, ചില ആളുകൾ കൈ കുത്തും. ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരെത്തിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ട്. അതിൽ കൈ കുത്തലാണ് നല്ലതെന്ന് പറഞ്ഞവരുണ്ട്, കാല് കുത്തലാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുജൂദിലേക്ക് എന്ത് ചെയ്യാം, എത്താം. ഞാനിപ്പോ അവിടെ എത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? സുജൂദിലെത്തിയാൽ 2 കൈപ്പടങ്ങളാണ് താഴെ അമർത്തേണ്ടത്. അതും ചുമലിന്റെ നേരെയാണ് വെക്കേണ്ടത്. 2 കൈപ്പടങ്ങൾ ചുമലിന്റെ നേരെ, വിരലുകൾക്ക് നേരെ വെക്കണം. എങ്ങനെ വെക്കണം? ഇങ്ങനെ ഒന്ന് കൈ അമർത്തിക്കാണി. കൈ ഇങ്ങനെ വെച്ചാൽ രണ്ടാളും എല്ലാരും എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ പരസ്പരം ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം ഭൂമിയിൽ അമരണം. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ സുജൂദിൽ കിടക്കുമ്പോൾ വെറുതെ വെച്ചാൽ പോരാ, ഒരൽപ്പം പ്രസ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യാൻ നമ്മുടെ 2 കൈപ്പടങ്ങളും ഭൂമിയിൽ ആകുക. രണ്ടാമത്തത് കാലിന്റെ വിരലുകളാണ്. കാലിന്റെ വിരലുകൾ, കാലിന്റെ വിരലുകളുടെ പള്ളയാണ് കുത്തേണ്ടത്. ഇങ്ങനല്ല, ഇങ്ങനെയാണ് കുത്തേണ്ടത്. അവ വിരലിന്റെ പള്ള കുത്തിക്കാണി. എന്നിട്ട് ഈ 2 കാലുകളും പരസ്പരം ചേർത്ത് വെക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അല്ല നാട്ടി വെച്ചാലും കുഴപ്പമില്ല. നാട്ടി വെച്ചിരുന്നത് ഹദീസിൽ കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ തൊട്ട് നോക്കിയപ്പോൾ രാത്രിയിൽ അവിടുത്തെ 2 കാലുകളും നാട്ടി വെച്ചതായി തനിക്ക് അനുഭവപ്പെട്ടു ആയിഷ ബീവി പറയുന്നത് കാണുന്നത്. അപ്പൊ ശരിക്കും ചെയ്യണം, 2 കാലുകളും നാട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് വിരലുകളുടെ പള്ള ഭൂമിയിൽ അമർത്തി വെക്കണം. ഇനി ഒരാളുടെ കാലുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്, കുഴപ്പമില്ല, അയാൾക്ക് എന്തുണ്ട്, ഇളവുണ്ട്. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? കാലുകൾ ഇങ്ങനെ പള്ള അമർത്തി വെക്കണം. ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ നിർത്താനും പാടില്ല. ഇങ്ങനെ ശരിക്കും കുത്തി തന്നെ എന്ത് ചെയ്യണം, വെക്കണം. അത് 2 എണ്ണം അടുപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ അല്പം വിട്ടിട്ട് എന്ത് ചെയ്യണം, എന്തായാലും നാട്ടി വെക്കണം. 3 എണ്ണായ 2 എണ്ണായില്ലേ. പിന്നെ നമ്മുടെ നെറ്റിത്തടമാണ്. നെറ്റിത്തടം പ്ലസ് മൂക്ക്, അതുകൂടെ എന്ത് ചെയ്യണം, ചേർത്ത് വെക്കണം. കണ്ണുകൾ തുറന്നിരിക്കണം. പലപ്പോഴും സുജൂദിലെത്തുന്ന ആളുകൾ എന്ത് ചെയ്യും, കണ്ണടക്കാൻ അല്ല, കണ്ണ് തുറന്നിരിക്കണം. അപ്പൊ ഇത്രയും അവയവങ്ങൾ സുജൂദിൽ എന്ത് ചെയ്യണം, നിൽക്കണം. 2 കൈകൾ അയാളുടെ 2 പാർശ്വങ്ങളെ വിട്ട് അകന്നിരിക്കണം. ഒരു ചെറിയ ആട്ടിൻകുട്ടിയൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ പോയിരുന്നു എന്നാണ് ഹദീസിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചാൽ, അപ്പൊ പ്രവാചകന്റെ കൈ എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അകത്തിയിരുന്നു എന്നാണ്, നല്ല അകന്നിരുന്നു. അത് ഇമ്രാത്തൻ കാലത്ത്
റജുലൻ കവിമ്ര, ആണായാലും പെണ്ണായാലും അങ്ങനെ. പക്ഷെ ശാഫി മദ്ഹബിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? റുക്കൂഴിലും സുജൂദിലും രണ്ട് കൈകൾ ചേർത്ത് പിടിക്കണം, ശരീരത്തേക്ക് ചേർത്ത് വെക്കണം എന്നൊരു മസലയുണ്ട്. പക്ഷെ ഹദീസിൽ അങ്ങനെയില്ല, എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സുജൂദ് ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. നിസ്കരിച്ചപ്പോ എന്റെ സുജൂദ് ഇങ്ങനെ ആയിരുന്നോ എന്ന് ആലോചിച്ചോളി. എന്നിട്ട് സുജൂദിൽ എന്തൊക്കെ പ്രാർത്ഥിക്കണം? നേരത്തെ പറഞ്ഞ പോലെ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അതാണ് ഏറ്റവും ശരിയായ പ്രാർത്ഥന. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി പറഞ്ഞിരുന്നത് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നതായിരുന്നു. വേറെയും പ്രാർത്ഥനയുണ്ട്. സുനസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ നിങ്ങളെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ കുറച്ചും കൂടെ പ്രാർത്ഥനയും അതിന്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സുജൂദ്. ഈ സുജൂദിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബമായ യഖൂലുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു അടിമ തന്റെ റബ്ബിലേക്ക് അടുക്കുന്ന ഏറ്റവും അടുക്കുന്ന സമയമാണ് ഏത്? സുജൂദിന്റെ സമയം. അതുകൊണ്ട് നിങ്ങൾ സുജൂദ് ഭംഗിയായി അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുക. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഒന്നോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചൊല്ലിക്കോളി. അപ്പോ സാധാരണഗതിയിൽ ഇമാമിന്റെ കൂടെ ഒരു പ്രാവശ്യം ചെല്ലാൻ സമയം കിട്ടുള്ളൂ. എന്നിട്ട് സുജൂദ് കഴിഞ്ഞു, ഇടയിൽ ഇരുത്തത്തിലേക്ക് വരാൻ അല്ലാഹു അക്ബർ. ഇരുന്നാണ്. ഇനി ഇരുത്തമാണ് പ്രത്യേകമാണ്. ഇനി ഇരുത്തം ശ്രദ്ധിക്കും നിങ്ങൾ. നമസ്കാരത്തിൽ രണ്ട് തരം ഇരുത്തങ്ങളുണ്ട്. ഒന്ന് ഇഫ്തിറാസ്, മറ്റൊന്ന് തവറുക്ക്. ഇഫ്തിറാസിന്റെ ഇരുത്തമുണ്ട്, തവറുക്കിന്റെ ഇരുത്തമുണ്ട്. അത് രണ്ടും നിസ്കാരത്തിൽ ഉള്ളതാണ്. നമുക്ക് വാങ്ങുകയും പറയാം.